വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. മുള്ളൂർക്കരയിൽ വീടുകളുടെ മതിലുകൾ തകർത്ത് കാട്ടാന. വാഴക്കോട് പ്ലാഴി റോഡിൽ ആറ്റൂരിലാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി നാശം വിതച്ചത്. പുലർച്ചെയോടെ പ്രദേശത്തിറങ്ങിയ കാട്ടാന പുതുവീട്ടിൽ ഹുസൈന്റെ വീട്ടുവളപ്പിലെ മതിലുകളും വലിയ വീട്ടിൽ ദേവകിയുടെ വീടിന്റെ മതിലും തകർത്തു. പ്രദേശത്തെ മറ്റ് പറമ്പുകളിലെ വാഴ ഉൾപ്പെടെയുള്ള കൃഷിയും നശിപ്പിച്ചു. മനുഷ്യജീവന് ഭീഷണിയായാണ് പ്രദേശത്ത് കഴിയുന്നതെന്നും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് അയക്കാൻ സർക്കാർ സന്നദ്ധമാവണമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വന്നിട്ടുള്ളത്. കാരണം ആനേനെ മുകളിൽ കാണുമ്പോൾ അവിടെ ഇരുന്നിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. അപ്പോൾ പിന്നെ ആന നേരെ താഴത്തേക്ക് ഇറങ്ങണം. സാധാരണഗതിയിൽ എങ്ങനെ വെച്ചാൽ ആനേനെ താഴത്തുനിന്ന് പടക്കം പൊട്ടിച്ച് മുകളിലേക്ക് കയറ്റി ചെയ്യുക. അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. മുകളിൽ അവിടെ ഇരുന്നിട്ട് പടക്കം പൊട്ടിച്ച് ആന താഴത്തേക്ക് വരും. അപ്പോൾ എന്താ സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ കറണ്ടില്ല, വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്ക് മനസ്സമാധാനമില്ല. അപ്പോൾ അതിന് വേണ്ട ഒരു നടപടി എന്തായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും സ്വീകരിക്കണം. തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ പേടി തന്നെയല്ലേ നമുക്ക്. അത് കാരണം പുറത്തേക്ക് വരണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പുറത്തേക്ക് എപ്പോഴും എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ വരണ്ടെന്ന്. ആന വന്ന് മതിലിങ്ങനെ മറയ്ക്കണതും അതിൻ്റെ സൗണ്ട് ഞാൻ ആ ഒരു ജനലിൻ്റെ പൊളി തുറന്നിട്ടുണ്ടായിരുന്നു. അത് കൂടെ കേൾക്കുന്നുണ്ട്. ഈ നായ നിർത്താതെ അങ്ങനെ കുറയ്ക്കും. വലിയ പേടി തന്നെയാണ് മോനെ. അവർ ഫോറസ്റ്റുകാർ പറയുന്നത് പുറത്തേക്ക് ഇറങ്ങണ്ടമ്മേ, പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ, അവരുടെ മുമ്പിലേറ്റ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതാക്കും. അർദ്ധരാത്രി പട്ടിയുടെ അസാധാരണമായ കുറെ കേട്ട് എണീറ്റ് നോക്കിയപ്പോഴാണ് മുറ്റത്ത് ആന നിന്ന് വാഴക്കൂട്ടം പൊളിക്കുന്നത്. നമ്മൾ ഉടനെ ചെയ്യാവുന്നത് അവിടെ ഒരു തകിട് ഷീറ്റ് ഉണ്ടായിരുന്ന കൊട്ടിയപ്പോൾ ഇവർ നല്ല തിരിച്ച് കയറി പോകുന്നു. എന്നിട്ടാണ് ഈ വന്നിട്ട് ഈ മതിലും വേലിയൊക്കെ പൊളിച്ച് പുറത്ത് കാടിയിട്ടുള്ളത്. ഇതിപ്പോൾ സ്ഥിര സംഭവമാണ്. 2 മണിക്കൂർ മുന്നേ 1 കിലോമീറ്റർ അപ്പുറത്ത് ഉണ്ടായിരുന്നത് RRTക്കാർ കാട്ടിക്കയറ്റി എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. കാട്ടിക്കൂടെ തിരിച്ച് ഇപ്പുറത്തറ വന്ന് വീണ്ടും കൃഷിയിടത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതിപ്പം എന്ത് ചെയ്യാനായിട്ട് പറ്റിയത്? നമുക്ക് കൃഷിക്കാർ ഒരു വർഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിളവുകളാണ് ഒറ്റ ദിവസം കൊണ്ട് കളഞ്ഞു കളയും. ഇതിന് ഒരു പരിഹാരം, സ്ഥിരമായിട്ടൊരു പരിഹാരം കാണുക വേണ്ട. അല്ലാതെ കാട്ടി കയറ്റി വിട്ടുകൊണ്ടൊന്നും രക്ഷപ്പെടാനില്ല. ഇതിനെ കാട്ടിൽ കൂടെ കയറ്റി പഴയ പോലെ കുരാൻ ഇറങ്ങാൻ കയറ്റി അപ്പുറത്ത് വിട തന്നെ വേണം. അല്ലാതെ ഒന്നും ഇത് രക്ഷയില്ല. ഇത് എന്നും ഇത് വന്നുകൊണ്ടിരിക്കും. കാലത്ത് ഞാൻ ദിവസേന ഒരു 5-5:30 ആകുമ്പോൾ പത്രം എടുക്കാൻ വരാറുണ്ട്. റോഡിലേക്ക് പോകും. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ നമ്മളൊരു സുഹൃത്ത് രാമൻകുട്ടി അങ്ങോട്ട് പറയും എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ഇത് വഴിക്കും ആന വന്നിട്ടുണ്ട്, എന്നിട്ട് അങ്ങനെ മണിക്കായുടെ പറമ്പ് കൂടെ കയറിയിട്ട് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അതുമാതിരി നമ്മൾ ഹുസൈനിക്കാടെ മതിലുകൾ 2 മതിൽ അപ്പുറത്തും ഇപ്പുറത്തും പിന്നെ അവിടെ ചേർത്ത് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ചക്ക കണ്ടിട്ടുണ്ട്. അവിടെ ഇവിടെ മണിക്കായുടെ പറമ്പുണ്ട്. അവിടെ അത് വന്നത് കിഴക്ക് ഭാഗത്തു നിന്നാണ് വന്നത്. ഇവിടെ ജൈൻ എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ ആ പറമ്പ് കൂടെ വന്ന് തൊട്ടടുത്ത് അവിടെ തന്നെ ഒരു ദേവയാനീശ്വരൻ മതിലുണ്ട്, അതും തട്ടി മുറിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പടി കടന്നു പോയി. പിന്നെ മൊത്തത്തിൽ പറയാച്ചാൽ ഇതിന് വേണ്ടി പണ്ട് ഇവിടെ ആന ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് രാത്രി 12 മണിക്ക് റോഡ് ഉപരോധിച്ചവരുണ്ട് ഇവിടെ. ഇപ്പോൾ ഉപരോധിച്ചവരും കാണില്ല, ആരും കാണില്ല. ആന അന്നുണ്ട് എന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോംവഴി നമ്മുടെ ജനവാസ മേഖലയാണത്. കാരണം നിത്യേന കാലത്ത് ഇതേമാതിരി 3 മണിക്ക് 4 മണിക്കൊക്കെ ഈ വഴിക്ക് ജനങ്ങൾ പാസ് ചെയ്യുന്ന റോഡാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോംവഴി സർക്കാരായിട്ടും പഞ്ചായത്തായിട്ടും എന്തെങ്കിലും ചെയ്തു തരണമെന്ന് ഇത്രമാത്രം തന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് അസുഖം കൊണ്ട് വനമേഖലകളിൽ നിന്നും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും അതിരൂക്ഷമായിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് ഈ ആനയുടെ ശല്യം രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിന് പറഞ്ഞാൽ നമ്മൾ മറ്റു നാശനഷ്ടങ്ങളല്ല, കൃഷിക്കാർക്കൊക്കെ നാശനഷ്ടങ്ങൾ വരുന്നതിന് കൂടെ മനുഷ്യൻ്റെ ജീവനാണ് ഇപ്പോൾ വലിയ വെല്ലുവിളി വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പല മേഖലകളിൽ PRTമാരുടെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നിന്നിറങ്ങി. കാരണം അതിപ്പോൾ ഇന്നലെ അത് എത്തിയില്ല. എന്നാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നു. അവരിവിടെ ആനയെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ അടുത്ത താമസക്കാരനായ ഹുസൈൻ പുതുവീട്ടിൽ എന്ന ആളുടെ മതിലുകളും തകർത്തു. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത്
വീടിൻ്റെ മുമ്പിലൂടെയാണ് ഈ ആന കടന്നു പോയത്. പക്ഷേ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ചെറിയ ചെറിയ പരിഹാരം പഞ്ചായത്തോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ട് പറയുന്നു. എത്രയും പെട്ടെന്ന് ഈ ആനകളെ ഈ പ്രദേശത്ത് നിന്ന് കാട്ടിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക. കാരണം ഇവിടെ ജനവാസ മേഖലകൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുൻ കാലഘട്ടത്തിൽ ഇപ്പോൾ അത്രയ്ക്ക് ഇറങ്ങിയിരുന്നില്ല. തൊട്ടടുത്ത് വലിയ വാഴത്തോട്ടം, ജയൻ ചേട്ടൻ്റെ അവിടുത്തെ കൃഷിയിടങ്ങൾ കണ്ടമാന രീതിയിലാണ് വന്നത്. വലിയ ആന കടന്നു വന്ന് ഈ ജനവാസ മേഖലയിൽ കടന്നു പോയിരിക്കുകയാണ്. അപ്പോൾ തീർത്തും ഇത് വലിയ രീതിയിലുള്ള ഒരു മനുഷ്യനെ ജീവനും സ്വത്തിനും സംഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. സർക്കാർ കൃത്യമായിട്ട് ഇടപെടണം. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ ആന വരുന്നു, ആനയെ കയറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അതൊക്കെ അതിന് വലിയ രീതിയിൽ സർക്കാർ ശ്രദ്ധ ചെലുത്തണം. പഞ്ചായത്ത് അധികാരികൾ ഇത്തരം ഈ നിമിഷം വരെ ഈ പ്രദേശത്ത് വന്നിട്ട് ഇദ്ദേഹത്തിന് വന്ന എന്താണ് ഇദ്ദേഹത്തിന് നാശനഷ്ടം സംഭവിച്ചു എന്ന് നോക്കാനുള്ള ഒരു മനസാക്ഷി പോലും ഇപ്പോൾ കാണിച്ചിട്ടില്ല എന്നാണ് കാണുന്നത്. കാരണം ചെറിയ രീതിയിൽ മുതലാണ് തകർത്തത്. പക്ഷെ ഒരു ചെറിയ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയുണ്ട്. അത് തകർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ തകർന്നു. എന്നിരുന്നാലും അതിന് മതിൽ നഷ്ടപ്പെട്ടതിനുള്ള നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനടി കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.